എയർ. നമ്മുടെ ഭൂമിയെ ചുറ്റി ഒരു ബ്ലാങ്കറ്റ് പോലെ അഥവാ പുതപ്പ് പോലെ നിൽക്കുന്നതാണ് അറ്റ്മോസ്ഫിയർ അഥവാ അന്തരീക്ഷം. അന്തരീക്ഷത്തിലെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, അന്തരീക്ഷത്തിൻ്റെ ഭൂരിഭാഗവും വാതകങ്ങളായ നൈട്രജനും ഓക്സിജനുമാണ്. വളരെ കുറച്ച് അളവിൽ കാണപ്പെടുന്ന വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹീലിയം, ഓസോൺ, ആർഗൺ, ഹൈഡ്രജൻ തുടങ്ങിയവ. ഈ വാതകങ്ങൾ കൂടാതെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്നു. അന്തരീക്ഷത്തിൻ്റെ ഘടന നോക്കുകയാണെങ്കിൽ, നമ്മുടെ അന്തരീക്ഷത്തെ എർത്തിൻ്റെ സർഫസിൽ നിന്നും തുടങ്ങി 5 ലെയർ അല്ലെങ്കിൽ പാളികളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് ട്രോപ്പോസ്ഫിയർ. ഇതിൻ്റെ ആവറേജ് ഹൈറ്റ് എർത്തിൻ്റെ സർഫസിൽ നിന്നും 13 കിലോമീറ്റർ ആണ്. രണ്ടാമത് സ്ട്രാറ്റോസ്ഫിയർ, 50 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു. 3 മീസോസ്ഫിയർ, 80 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ വ്യാപനം. 4 തെർമോസ്ഫിയർ, 80നും 400 കിലോമീറ്ററിനും ഇടയ്ക്ക് വ്യാപിച്ചിരിക്കുന്നതാണ് തെർമോസ്ഫിയർ. 5 എക്സോസ്ഫിയർ. ഇവിടെ വാതകങ്ങൾ വളരെ കുറച്ചളവിൽ മാത്രമേ ഉള്ളൂ. ഇനി വെതറും ക്ലൈമറ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ, വെതർ എന്നാൽ ഓരോ മണിക്കൂറിലെയും ഓരോ ദിവസത്തെയും അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. ക്ലൈമറ്റ് എന്നാൽ ഒരു സ്ഥലത്തിൻ്റെ ദീർഘകാലത്തെ ശരാശരി കാലാവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു. ടെമ്പറേച്ചർ, താപനില എന്താണെന്ന് നോക്കിയാൽ, അന്തരീക്ഷത്തിലുള്ള ചൂടിൻ്റെയും തണുപ്പിൻ്റെയും അളവിനെയാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ രാത്രിയും പകലും മാത്രമല്ല, സീസണുകൾ അനുസരിച്ചും മാറിക്കൊണ്ടേയിരിക്കും. താപനിലയുടെ ടെമ്പറേച്ചറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അഥവാ വിതരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് ഇൻസൊലേഷൻ അഥവാ വികിരണം. ഭൂമി തടസ്സപ്പെടുത്തുന്ന സൗരോർജമാണ് ഇൻസൊലേഷൻ. ഇൻസൊലേഷൻ്റെ അളവ് ഇക്വേറ്ററിൽ നിന്നും പോൾസിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരുന്നു. ഇനിയും എയർ പ്രഷർ, അന്തരീക്ഷ മർദ്ദം എന്താണെന്ന് നോക്കിയാൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ വായുവിൻ്റെ ഭാരം ചെലുത്തുന്ന സമ്മർദ്ദത്തെയാണ് വായുമർദ്ദം എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തെ ടെമ്പറേച്ചർ അവിടുത്തെ എയർ പ്രഷറിനെ സ്വാധീനിക്കുന്നു. ലോവർ ടെമ്പറേച്ചർ ഉള്ള ഇടത്തിൽ എയർ വളരെ തണുപ്പുള്ളതായിരിക്കും. എയർ എപ്പോഴും കൂടിയ പ്രഷർ ഉള്ള ഇടത്തിൽ നിന്നും കുറഞ്ഞ പ്രഷർ ഉള്ള ഇടത്തിലേക്കാണ് സഞ്ചരിക്കുക. വിൻഡ് അഥവാ കാറ്റ് എന്താണെന്ന് നോക്കാം. ഹൈ പ്രഷർ ഉള്ള ഇടത്തിൽ നിന്നും ലോ പ്രഷർ ഉള്ള ഇടത്തിലേക്ക് ഉള്ള എയറിൻ്റെ മൂവ്മെൻറ്റ് അഥവാ ചലനത്തിനെയാണ് വിൻഡ് എന്ന് പറയുന്നത്. വിൻഡിനെ പ്രധാനമായും 3ആയി ഡിവൈഡ് ചെയ്യാം: പെർമനൻ്റ് വിൻഡ്സ്, സീസണൽ വിൻഡ്സ്, ലോക്കൽ വിൻഡ്സ്. മോയ്സ്ചർ, മണ്ണിൽ നിന്നും മറ്റും ജലാശയങ്ങളിൽ നിന്നും ജലം ഇവാപ്പറേറ്റ് ചെയ്ത് വാട്ടർ വേപ്പറായി മാറുന്നു. ഈർപ്പമുള്ള എയറിന് പറയുന്ന അവസ്ഥയാണ് ഹ്യൂമിഡിറ്റി. നീരാവി ഉയരുമ്പോൾ അത് തണുക്കാൻ തുടങ്ങുകയും ജലബാഷ്പം ഘനീഭവിച്ച് വെള്ളത്തുള്ളികൾ രൂപീകൃതമാവുകയും ചെയ്യുന്നു. ഈ വെള്ളത്തുള്ളികൾ വായുവിൽ പൊങ്ങിക്കിടക്കാൻ കഴിയാത്ത വിധം ഭാരമുള്ളതായി തീരുമ്പോൾ അവ മഴയായി താഴേക്ക് വീഴുന്നു. മെക്കാനിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഴയെ നമുക്ക് 3ആയി തരം തിരിക്കാം. ഒന്ന് കൺവെക്ഷണൽ റെയിൻഫോൾ, സംവഹന മഴ. ഓറോഗ്രാഫിക് റെയിൻഫോൾ, ഭൂമിശാസ്ത്രപരമായ മഴ. 3 സൈക്ലോണിക് റെയിൻഫോൾ. ജീവജാലങ്ങളുടെ അതിജീവനത്തിന് മഴ വളരെ പ്രധാന ഘടകമാണ്.